നസ്കം ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയന്റെ അഹന്ത പൂർണ്ണമായും ഇല്ലാതാകുമെന്നും BJP അക്കൗണ്ട് തുറക്കുക മാത്രമല്ല മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പലയിടങ്ങളിലും അട്ടിമറി നടക്കും എന്ന സൂചന വ്യക്തമാണ്. പിണറായി മന്ത്രിസഭയിലെ തിളങ്ങുന്ന മന്ത്രിമാർ എന്നവകാശപ്പെട്ട പലരും അമ്പെ തോറ്റടിയും. എന്നാൽ ചില സൂചനകൾ ശുഭദായകമാണ്. അതിൽ രണ്ടുപേരുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് പത്തനാപുരത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെയും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെയും കാര്യമാണ്. രണ്ടിടത്തും ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഘടകമാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഘടകം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ പത്തനാപുരവും പുതുപ്പള്ളിയുമാകും. വെറും ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗം മാത്രമല്ല, രണ്ടിടത്തെയും സ്ഥാനാർത്ഥികളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന അതിശക്തമായ ഇടപെടലാണ് അവർക്ക് അട്ടിമറി നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്. ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ ആർക്കും കാര്യമായ സംശയമോ തർക്കമോ ഇല്ല. ചാണ്ടിയുമ്മനെതിരെ മത്സരിക്കാൻ പോലും അവിടെ ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥികളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചാണ്ടിയുമ്മൻ ഇക്കുറി തെരഞ്ഞെടുപ്പ് ചെലവ് പരമാവധി കുറച്ച് ഫ്ലക്സുകളും മറ്റും ഒഴിവാക്കി വീട് വീടാന്തരം കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്യുന്നത് ഉമ്മൻചാണ്ടിക്കായതുകൊണ്ട് തന്നെ ഒരു പോസ്റ്ററും വെച്ചില്ലെങ്കിലും ചാണ്ടിയുമ്മൻ ജയിക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മത്സരിക്കുന്ന ഒരു മുന്നണി സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനാവും. ചാണ്ടിയുമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി വികാരം കൊണ്ട് മാത്രം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. ജയത്തിന് ശേഷം ചാണ്ടിയുമ്മൻ മുട കാണിച്ചെന്നും പ്രാദേശിക നേതാക്കളെയൊക്കെ പിണക്കിയെന്നുമുള്ള ആരോപണം ശക്തമായിരുന്നു. ഇത് സംബന്ധിച്ച് ശക്തമായ ഇടപെടലായിരുന്നു മറുനാടൻ നടത്തിയത്. തുടർന്നാവാം ചാണ്ടിയുമ്മന് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടുകയും മണ്ഡലത്തിലിറങ്ങി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് ഉമ്മൻചാണ്ടിയെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ ജനകീയ ബന്ധം പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ഉണ്ടാക്കിയിരിക്കുന്നു. അകന്നുപോയി നേതാക്കളെയൊക്കെ കൂടെ നിർത്തിയിരിക്കുന്നു. ഒപ്പം തൻ്റേതായ ഒരു രീതി വളർത്തിയെടുത്ത് ചെലവ് കുറച്ച് സൈക്കിളിൽ യാത്ര ചെയ്ത് ചാണ്ടിയുമ്മൻ മനസ്സ് കീഴടക്കുന്നു. രാഹുൽ ഗാന്ധിയെ അവിടെ എത്തിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യിപ്പിക്കുക കൂടി ചെയ്തതോടെ ചാണ്ടിയുമ്മൻ സൂപ്പർ ഹീറോയാണ്. മാത്രമല്ല തൻ്റെ സഹോദരി മറിയ ഉമ്മന് മത്സര താല്പര്യം ഉണ്ടേ എന്നറിഞ്ഞ് അത് മുളയിൽ നുള്ളിക്കളയാൻ ചാണ്ടിയുമ്മൻ എടുത്ത ജാഗ്രത ചാണ്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രണ്ടു മക്കളും സ്ഥാനാർത്ഥികളാവേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ചാണ്ടിയുമ്മൻ്റേത്. മറിയ മത്സരിക്കുന്നുണ്ടെങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പോലും ചാണ്ടിയുമ്മൻ മാറി. അങ്ങനെ ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മറിയ ഉമ്മനെ സീറ്റ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇത് വാസ്തവത്തിൽ ചാണ്ടിയുമ്മനെ മൈലേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ നേടിയെടുത്ത പുതുപ്പള്ളിയിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ടായിരിക്കും ഇക്കുറി ചാണ്ടിയുമ്മൻ ജയിക്കുക എന്നാണ് റിപ്പോർട്ട്. ചാണ്ടിയുമ്മൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നതായി ആരും കണക്കാക്കുന്നില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് ഇക്കുറി ഏറ്റവും അധികം UDFന് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളിലൊന്ന് പുതുപ്പള്ളിയായിരിക്കും. കുറഞ്ഞ ഭൂരിപക്ഷം 30,000 ആയിരിക്കും. ഈ ട്രെൻഡ് പത്തനാപുരത്തേക്ക് വന്നത് എങ്ങനെയെന്ന് പലരും അത്ഭുതപ്പെടും. അതിന് പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഉമ്മൻചാണ്ടി ഫാക്ടർ തന്നെയാണ്. ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും അപമാനിച്ചതും ഉമ്മൻചാണ്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന കേസിൽ പോലും ഉൾപ്പെടുത്തിയതും പത്തനാപുരത്തെ MLAയും മന്ത്രിയുമായ ഗണേഷ് കുമാറാണ് എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. ഗണേഷ് കുമാറിനെതിരെയുള്ള കേസ് കൊട്ടാരക്കര കോടതിയിൽ നിലനിൽക്കുന്നു. ഇടക്കാലത്ത് UDFിലേക്ക് വരാൻ ശ്രമിച്ച ഗണേഷ് കുമാറിന് തടസ്സമായതും ഉമ്മൻചാണ്ടി കേസാണ്. ഈ ഉമ്മൻചാണ്ടി വികാരം പരമാവധി ഉപയോഗിക്കാൻ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാല തീരുമാനിക്കുന്നു. ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ പലതവണ മണ്ഡലത്തിലെത്തി വീട് വീടാന്തരം കയറി പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. വലിയ ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല എന്ന സ്ഥാനാർത്ഥിയെ കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥി മോഹികളും കണ്ടു പഠിക്കണം. മന്ത്രി ഗണേഷ് കുമാറുമായി ഭേദപ്പെട്ട ബന്ധമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഗണേഷ് കുമാറിനെ പലതവണ വിമർശിക്കുകയും അദ്ദേഹത്തിനെതിരെ പല വീഡിയോകളും ചെയ്യുകയും ചെയ്തിട്ടും ഇന്നേവരെ ഗണേഷ് കുമാർ എന്നെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയും ഔദാര്യം കാണിക്കുന്ന ഇടതു നേതാക്കൾ കുറവാണെന്ന് ഓർക്കണം. പക്ഷേ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ജ്യോതികുമാർ ചാമക്കാല തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് ബഹുദൂരം മുന്നിലെത്തി. ഗണേഷ് കുമാർ 2001-ലും 2006-ലും ജയിച്ചത് ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന നിലയിലും സിനിമാ താരം എന്ന നിലയിലും 2001-ൽ ജയിച്ചപ്പോൾ തന്നെ മന്ത്രിയായപ്പോൾ നേടിയ കയ്യടിയുടെ പുറത്തുമാണ്. ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഏതാണ്ട് 10,000 വോട്ടായിരുന്നു. എന്നാൽ 2011 ആയപ്പോഴേക്കും ഗണേഷ് കുമാർ തൻ്റെ ഭൂരിപക്ഷം 20,000-ലേക്ക് ഉയർത്തി. 2016-ൽ
അത് 25,000 കടന്നു. 4 തവണ ജയിച്ച ഗണേഷ് കുമാർ 2021 മത്സരിച്ചപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞു. 14,336 ഗണേഷിന് ഭൂരിപക്ഷം. 2026 ആയപ്പോൾ ഗണേഷ് കുമാർ 25 വർഷമാണ് അവിടെ MLA എന്ന നിലയിൽ പൂർത്തിയാക്കിയത്. MLA ആയും മന്ത്രിയുമായും ഗണേഷ് കുമാർ ആർജിച്ചെടുത്ത ബന്ധങ്ങളിൽ അമിതമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല എന്ന ചാനൽ ചർച്ചകളിലെ തീപ്പൊരി സിംഹത്തിന് സീറ്റ് കിട്ടിയപ്പോൾ അവിടെ തോറ്റെങ്കിലും അവിടെ തന്നെ നിലയുറപ്പിച്ചു. ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് തനിക്കായിരിക്കണം പത്തനാപുരം, അവസാന നിമിഷം തന്നെ മാറ്റരുത്. ആർക്കും അതിന് എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷവും ജ്യോതികുമാർ ചാമക്കാല വീടെടുത്ത് താമസിച്ചു. നേരം വെളുത്ത് 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങും. എവിടെയെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകും. 8 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തിൽ എവിടെ മരണം സംഭവിച്ചാലും രാവിലെ ജ്യോതികുമാർ ചാമക്കാല അവിടെ എത്തും. വിവാഹ ചടങ്ങുകൾ മാത്രമല്ല, മാമോദീസായും വീട് കയറിക്കൂടലും 28 കെട്ടുമടക്കം മണ്ഡലത്തിൽ ഏത് പരിപാടിക്ക് ആര് ക്ഷണിച്ചാലും ജ്യോതികുമാർ പോകും. മാത്രമല്ല, അതിനുവേണ്ടി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. മണ്ഡലത്തിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും, ഒരു റോഡ് അപകടമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പുലിയോ ആനയോ കയറിയാൽ, എന്തെങ്കിലും ഒരു സംഘർഷമുണ്ടായാൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ എത്തും. അതായത് പത്തനാപുരം മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി അടക്കം എന്ത് സംഭവിച്ചാലും ജ്യോതികുമാർ എത്തിയിരിക്കും. ആരും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാൻ ജ്യോതികുമാറിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അവിടെ എത്തി അതിന് വേണ്ട പരിഹാരം കണ്ടെത്തും, നേതൃത്വം കൊടുക്കും. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ജ്യോതികുമാർ ഇടപെട്ടു. അങ്ങനെ 5 വർഷം കൊണ്ട് ഏതാണ്ട് 20,000-ലധികം വീടുകളിൽ കയറുകയും ആ നാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുകയും ചെയ്തതോടെ തങ്ങളുടെ MLA ജ്യോതികുമാറാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അതേസമയം മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ കാര്യക്ഷമത കാണിച്ചതുകൊണ്ട് തന്നെ, കൂടുതൽ ശ്രദ്ധ അവിടെ ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പഴയതുപോലെ എത്താൻ കഴിഞ്ഞില്ല. മണ്ഡലത്തിലേക്ക് ധാരാളം വാഹനങ്ങൾ വിട്ട് KSRTC മെച്ചപ്പെടുത്തി ഗണേഷ് കുമാർ പലതും ചെയ്തെങ്കിലും ജ്യോതികുമാറിന്റെ നിരന്തരമായ സാന്നിധ്യം അതിനെ മറികടന്നില്ല. അതുകൊണ്ട് തന്നെ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് സുപരിചിതനായി. ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ റെക്കോർഡ് പോലും തകർക്കുന്ന തരത്തിൽ ജ്യോതികുമാർ ചാമക്കാല ജയിച്ചേക്കുമെന്നാണ് സൂചനകൾ. ഇടതുപക്ഷക്കാരടക്കമുള്ളവർ ജ്യോതികുമാറിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി അല്ലാതെ ജ്യോതികുമാർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പത്തനാപുരത്ത് മാറി നിന്നിട്ടില്ല എന്നോർക്കണം. ഇത് സകല നേതാക്കൾക്കും ഒരു പാഠമാണ്. സ്വന്തമായ ഒരു മണ്ഡലം സൃഷ്ടിച്ചെടുക്കുക, ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം ജീവിതം മാറ്റിവെക്കുക. ആർക്കും ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായും ജയിക്കാൻ കഴിയും. ജ്യോതികുമാർ ചാമക്കാല കാണിച്ചു തരുന്ന മാതൃക അതുതന്നെയാണ്. ജ്യോതികുമാറിൽ ഒതുങ്ങി നിൽക്കുന്നില്ല കൊല്ലത്തെ അത്ഭുതം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അനുകൂല വേവ് ഐഷ പൊറ്റിക്ക് അനുകൂലമായി കൊട്ടാരക്കരയിലുണ്ട്. മന്ത്രി KN ബാലഗോപാൽ 8 നിലയിൽ പൊട്ടും എന്ന് തീർച്ച. ഐഷ പൊറ്റി തരംഗമാണ് വാസ്തവത്തിൽ കൊട്ടാരക്കരയിൽ എന്നാണ് സൂചന. 40,000 വോട്ടിന് 2011 ഐഷ പൊറ്റി ജയിക്കുന്നു. മന്ത്രിയാവാനുള്ള സർവ്വയോഗ്യതയുണ്ടായിട്ടും മന്ത്രിസ്ഥാനം കൊടുത്തില്ലെന്ന് മാത്രമല്ല, 2021 സീറ്റ് നിഷേധിക്കപ്പെടുകയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. തുടർന്നാണ് ഐഷ പൊറ്റി UDF സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. MLA എന്ന നിലയിൽ ഐഷ നാടിന് നൽകിയ സംഭാവന നാട്ടുകാർക്കിന്നും മനസ്സിലുള്ളതുകൊണ്ട് ഇക്കുറി KN ബാലഗോപാൽ തോൽക്കട്ടെ, ഐഷ ജയിക്കട്ടെ എന്ന നിലപാടിലേക്ക് കൊട്ടാരക്കരക്കാർ മാറിയിരിക്കുന്നു എന്നാണ് ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത്.